യെസ്, ചില ദേശീയ വാർത്തകൾ കൂടി ഇനിയും നോക്കേണ്ടതുണ്ട്. ഇൻഡിഗോ വിമാന സർവീസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വലിയ വിവാദങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. സർവീസ് തുടർച്ചയായി നിർത്തിവെക്കുകയാണ് ഇൻഡിഗോ വിമാന കമ്പനി. ഒരുപക്ഷെ ഇത് തുടർന്നു കഴിഞ്ഞാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന സന്ദേശം കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇൻഡിഗോയുടെ 10% സർവീസ് ഇതിനകം തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇടപെട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത ഈ പ്രതിസന്ധി ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്നുള്ളതാണ്. അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇൻഡിഗോയുടെ സിഇഒയെ തന്നെ പുറത്താക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിഷ്ണു കൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജിഷ്ണു, ഈ സർവീസുകൾ പെട്ടെന്ന് വെട്ടിച്ചുരുക്കുകയും അതോടൊപ്പം തന്നെ സർവീസിനുള്ള തുക, അതായത് എയർ ടിക്കറ്റിൻ്റെ പ്രൈസ് വല്ലാതെ കൂടുകയും ഒക്കെ ചെയ്തത് യാത്രക്കാരെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്തേക്കുള്ള സർവീസുകളെയൊക്കെ അത് വളരെ ദോഷകരമായി ബാധിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ചില നടപടികൾ സ്വീകരിച്ചതാണ്. ഇപ്പോൾ ഈ ഉണ്ടാകുന്ന പ്രതിസന്ധി അത് വളരെ ബോധപൂർവമായി സൃഷ്ടിക്കുന്നുവെന്നാണോ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ? ഗൗതം, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഇൻഡിഗോ സർവീസിൽ വന്നിട്ടുള്ള പ്രതിസന്ധി കഴിഞ്ഞ 10 ദിവസത്തിലധികമായി രാജ്യത്തെ വിമാന സർവീസുകളെ കാര്യമായി ബാധിച്ചിരുന്നു. ശരാശരി ഒരു ദിവസം ഇൻഡിഗോയുടെ 500-ലധികം സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടിട്ടുള്ളത്. അത് കാരണം വിവിധ വിമാനത്താവളങ്ങൾ, ഡൽഹിയും മുംബൈയും കൊൽക്കത്തയും ബംഗളൂരും കൂടാതെ കേരളത്തിലുമെല്ലാം തന്നെ വിവിധ വിമാനത്താവളങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചു. യാത്രക്കാർ കൂട്ടത്തോടെ പരാതിയുമായി എത്തിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു വിദഗ്ധ സമിതിയെ DGCA രൂപീകരിച്ചിരുന്നു. എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത് എന്നുള്ളത്, അതിൻ്റെ ചില പ്രാഥമിക റിപ്പോർട്ടുകൾ ഇപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവിൻ്റെ നിർണായകമായിട്ടുള്ള പ്രതികരണം വന്നിട്ടുള്ളത്. അതായത് ഈ പ്രതിസന്ധി ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്നൊരു വിലയിരുത്തലുണ്ട്. അത് സ്പഷ്ടമായി കഴിഞ്ഞാൽ കടുത്ത നടപടി ഇൻഡിഗോയ്ക്കെതിരെ ഉണ്ടാകും. ഒപ്പം ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ ഇൻഡിഗോയ്ക്ക് വലിയ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളത് കൂടിയാണ് കണ്ടെത്തിയത്. അതായത് ഇതിൻ്റെ ചുരുക്കം പരിശോധിക്കുമ്പോൾ നിലവിൽ വിമാന സർവീസുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് DGCA കുറച്ച് മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിരുന്നു. അത് നടപ്പാക്കുന്നതിന് സമയവും നൽകി. അതനുസരിച്ച് വിവിധ എയർലൈനുകൾ, എയർ ഇന്ത്യ ഉൾപ്പെടെ അതിൻ്റെ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചു. പൈലറ്റ് ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. സാങ്കേതിക വിദ്യയിൽ വരുത്തേണ്ട മാറ്റങ്ങളിൽ വരുത്തി. എന്നാൽ ഇൻഡിഗോ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ മനഃപൂർവ്വം പ്രതിസന്ധി സൃഷ്ടിച്ചു. കാരണം ഈ പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ജീവനക്കാരെ, പൈലറ്റുമാരുൾപ്പെടെ കൂടുതൽ നിയോഗിക്കുമ്പോൾ അതിന് ചെലവ് അധികമായി വരും. കൂടാതെ ക്രമീകരണങ്ങൾ അധികമായി നൽകേണ്ടി വരും. ഇതൊന്നും ചെയ്യാതെ മനഃപൂർവ്വം ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇൻഡിഗോ ചെയ്തത് എന്നൊരു വിലയിരുത്തൽ നിലവിൽ വ്യോമയാന മന്ത്രാലയത്തിന് മുൻപിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് ഇൻഡിഗോയ്ക്ക് നൽകുകയും അതിലൊരു പ്രാഥമിക മറുപടി മാത്രമാണ് ഇൻഡിഗോ നൽകിയത്. 48 മണിക്കൂറിനുള്ളിൽ സർവീസുകൾ സാധാരണഗതിയിലേക്ക് ആക്കും എന്നുള്ളൊരു അവകാശവാദം ഇൻഡിഗോ ഉന്നയിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചത് എന്നൊരു കൃത്യമായ വിശദീകരണം നൽകാൻ വ്യോമയാന മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡിഗോയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിശദീകരണവും ഒപ്പം നിലവിൽ DGCA രൂപീകരിച്ചിട്ടുള്ള വിദഗ്ധ സമിതി നൽകുന്ന അന്തിമ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ ഇൻഡിഗോയ്ക്കെതിരെ കർശന നടപടി ഉണ്ടാകും. രാജ്യത്ത് തന്നെ നിലവിൽ ഏറ്റവും കൂടുതൽ വിമാന സർവീസുകൾ നടത്തുന്ന കമ്പനിയാണ് ഇൻഡിഗോ. അതിൻ്റെ ആ ഒരു ഘട്ടം മാറ്റിക്കൊണ്ട് ആ ഇൻഡിഗോയുടെ 10% സർവീസുകളും കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വെട്ടിക്കുറച്ചിരുന്നു. ആ സർവീസുകൾ മറ്റ് എയർലൈൻസുകൾക്ക് വിട്ടു നൽകിക്കൊണ്ട് ഈ ഒരു പ്രതിസന്ധി ഏത് രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുമെന്ന വലിയ ശ്രമമാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒപ്പം ഇൻഡിഗോ സർവീസുകൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ വിമാന സർവീസുകളുടെ തുകയിൽ വലിയ കുതിപ്പുണ്ടായിരുന്നു. 1 ലക്ഷം രൂപ വരെ ടിക്കറ്റുകൾക്ക് ഏർപ്പാടാക്കുന്ന ഒരു രീതി വന്നിരുന്നു. അതിനും കർശനമായിട്ടുള്ളൊരു തടയിടൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇടപെടുകയും കൃത്യമായിട്ടുള്ള മാനദണ്ഡം വിമാന സർവീസുകളുടെ തുകയിൽ വേണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡിഗോ സർവീസുകൾ, അതിലേറ്റവും പ്രധാനം ഈ പ്രതിസന്ധി മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്നൊരു വിലയിരുത്തൽ വന്നിട്ടുണ്ട്. അതിൽ കടുത്ത നടപടി, ഇൻഡിഗോയുടെ CEO ഉൾപ്പെടെ പുറത്താക്കുന്ന നടപടി ഉണ്ടാകുമെന്ന സൂചന വ്യോമയാന മന്ത്രാലയം നൽകുന്നു. ഒപ്പം വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവിൻ്റെ നിർണായക പ്രതികരണം വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള കഠിനമായ ശ്രമം വ്യോമയാന മന്ത്രാലയം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മനഃപൂർവ്വമായ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹവും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഇൻഡിഗോയുടെ 10% സർവീസുകളും വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഗൗതം. ഓക്കെ ജിഷ്ണു, എന്തായാലും അതൊരു പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത ഒന്ന് തന്നെയാണ് ഈ ഇൻഡിഗോ വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിവാദങ്ങളും ചില പ്രശ്നങ്ങളും. എന്തായാലും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന സന്ദേശം തന്നെയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.